കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ പുതിയ കോച്ചിന് കീഴിലാണ് പോരാട്ടങ്ങൾക്കിറങ്ങുക. അടുത്ത 2 വർഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വീഡിഷ് കോച്ച് പരിശീലിപ്പിക്കും. പുതിയ പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചപ്പോൾ സമ്മിശ്രമായ പ്രതികരണമാണ് ആരാധകരിൽ നിന്നും വരുന്നത്. ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിൽ പ്രതീക്ഷ പുലർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുമ്പോൾ ഒരു വിഭാഗം പുതിയ പരിശീലകനിൽ തൃപ്തനല്ല. കരിയറിൽ നിരവധി ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള അദ്ദേഹം 3-ാം തവണയാണ് ഏഷ്യയിലെ ഒരു ടീമിനെ പരിശീലിപ്പിക്കുന്നത്. ഇതിനു മുൻപ് സ്വീഡൻ, USA, നോർവേ, ഗ്രീസ്, ചൈന, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ ടീമുകളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അവസാനം തായ്ലൻഡ് ക്ലബിനെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ ഒരു കിരീടം പോലും നേടിയിട്ടില്ലാത്ത ബ്ലാസ്റ്റേഴ്സിന് കന്നി കിരീടം നേടിക്കൊടുക്കുക എന്ന വെല്ലുവിളിയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിനു ശേഷം നടത്തിയ പ്രതികരണത്തിൽ കിരീടം തന്നെയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും ഒരു ലീഗോ കിരീടമോ സ്വന്തമാക്കിയിട്ടില്ല. ഈ രാജ്യങ്ങളിൽ ഒരുപാട് പണം ചെലവഴിക്കുന്ന ടീമുകൾ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു വിജയമെന്നത് ചിന്തിക്കാൻ പ്രയാസമുള്ള കാര്യമല്ല. വരാനിരിക്കുന്ന വർഷങ്ങളിൽ കിരീടം നേടണമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കരുതുന്നത്. ഇതുവരെ നേടാത്തത് വിജയിക്കുക എന്നതാണ് തന്നെ ആകർഷിച്ച കാര്യം. സ്വന്തം മൈതാനത്ത് നടക്കുന്ന മത്സരങ്ങളിൽ 30,000-ഓ അതിൽ കൂടുതലോ ആരാധകർ എത്തുന്ന ഒരു വമ്പൻ ക്ലബിൻ്റെ പരിശീലകനാവുക എന്നത് എന്നെ ആകർഷിച്ച കാര്യമാണ്. ഞാൻ സ്വീഡനിലുണ്ടായിരുന്നു. ആരാധകരുടെ കരുത്തുള്ള വമ്പൻ ക്ലബ്ബുകൾ നമ്മളെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണെന്നും സ്റ്റാറെ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.